ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടേബിൾ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൻ ലൈവ് ആസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. നല്ലൊരു ഫീൽ ഗുഡ് ട്രെയിലർ കണ്ടിട്ടിങ്ങനെ ഇരിക്കുകയാണെന്ന് പറയാം. 3BHK എന്ന തമിഴ് മൂവിയുടെ ട്രെയിലർ. ആ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ നമുക്കൊരു ഫീൽ ഗുഡ് ഇങ്ങനെ അടിച്ചു. ഒരു ഫീൽ ഗുഡ് മൂവിയുടെ ആ ഒരു ഇതാണ് നമുക്കത് കണ്ടപ്പോൾ തോന്നിയത്. ഇപ്പോൾ എന്താണെന്നറിയില്ല, തമിഴിൽ ഇപ്പോൾ ടൂറിസ്റ്റ് ഫാമിലിയുടെ ആ ശശികുമാറിൻ്റെ ആ ഒരു ചിത്രം, അല്ലെ നല്ലൊരു കുടുംബചിത്രം, അതൊരു നല്ലൊരു വിജയമായതോടുകൂടി ആ ജോണറിലുള്ള ഒരുപാട് സിനിമകൾ ഒരുങ്ങുന്നുവെന്ന് തോന്നുകയാണ്. കാരണം 3BHK എന്ന ആ ഒരു സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. കാരണം നല്ലൊരു ഫീൽ ഗുഡ് മൂവി ആയിരിക്കുമെന്നാണ് എനിക്ക് എൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത്. ഞാൻ കാണുമ്പോൾ ഏകദേശം 4.3 മില്യൺ വ്യൂസും കടന്ന ഇപ്പോൾ യൂട്യൂബിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് 3BHKയുടെ ആ ഒരു മൂവിയുടെ ട്രെയിലർ എന്നത്. സിദ്ധാർത്ഥാണ് ഇതിൽ നായകൻ. സിദ്ധാർത്ഥ്, അതോടൊപ്പം ശരത് കുമാർ, ദേവയാനി, യോഗി ബാബു, അങ്ങനെ നീളുന്ന കാസ്റ്റിങ്. പ്രത്യേകിച്ച് ഈ ട്രെയിലറിൽ തന്നെ ഇതിൻ്റെ കഥയും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുമെങ്കിലും കഥയൊക്കെ നമുക്ക് ട്രെയിലറിൽ തന്നെ നമുക്ക് സിനിമ കാണാതെ തന്നെ ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് കഥയൊക്കെ പിടികിട്ടും. എങ്കിലും അത് കാണാൻ നല്ലൊരു രസമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് കണ്ടപ്പോൾ ഇതിൻ്റെ വീഡിയോ എടുക്കണമെന്ന് എനിക്ക് തോന്നാനായിട്ടുള്ള കാരണം എന്നത്. 3BHK, സിദ്ധാർത്ഥ്, ശരത് കുമാർ, ദേവയാനി, യോഗി ബാബു തുടങ്ങിയ ഒരു കാസ്റ്റിങ്. അതായത് ഒരു സാധാരണക്കാരൻ്റെ ഒട്ടുമിക്ക സാധാരണക്കാർക്കും പെട്ടെന്ന് കണക്റ്റ് ആവുന്ന ഒരു ചിത്രമായിരിക്കുമെന്നത് യാതൊരു സംശയമില്ല. ലാംഗ്വേജ് അല്ലെങ്കിൽ ഭാഷഭേദമന്യേ തമിഴ്നാട് മാത്രമല്ല, കേരളത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ ആന്ധ്രയിലായിക്കോട്ടെ, കർണാടകയിലായിക്കോട്ടെ, ഇന്ത്യയിൽ എല്ലാവരും അഭിമുഖീകരിക്കുന്ന, ഒട്ടുമിക്ക സാധാരണക്കാരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ചിത്രം ചർച്ച ചെയ്യുന്നത് തന്നെ. ഒരു സ്വന്തമായിട്ടൊരു വീട്, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു വീട് പണിയണമെന്ന് ആഗ്രഹിക്കുന്ന സാധാരണ ഒരു ഫാമിലി, അതിൻ്റെ ഒരു കഥ, അല്ലെങ്കിൽ അവർ നേടുന്ന സ്ട്രഗിൾ, അതാണ് ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. പക്ഷേ ഇത് നല്ലൊരു മോട്ടിവേഷനും അതോടൊപ്പം അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ നൽകുന്നൊരു ചിത്രമായിരിക്കും സാധാരണക്കാർക്ക് എന്നാണ് എനിക്ക് ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത്. പ്രത്യേകിച്ച് ഡയലോഗ്സ് ഒക്കെ വളരെ അടിപൊളിയായിട്ട് തോന്നി. ട്രെയിലറിലെ ഡയലോഗ്സ് ഒക്കെ, അതായത് ശരത് കുമാറിനോട് അദ്ദേഹത്തിൻ്റെ മോള് പറയുന്ന ആ ഒരു ഡയലോഗ്, അതെങ്കിൽ എന്താ അച്ഛാ, നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടോ എന്ന അക്കൗണ്ട് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല, മറിച്ച് നമ്മുടെ ബോഡി ലാംഗ്വേജ് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറയുന്ന ആ ഒരു ഡയലോഗ്സ്. അതോടൊപ്പം നീ തോക്കരുതെന്ന് സിദ്ധാർത്ഥിനോട് ശരത് കുമാർ പറയുമ്പോൾ അദ്ദേഹം പറയുന്ന തിരിച്ചു പറയുന്നൊരു ഡയലോഗ് എനിക്ക് വളരെ ഇൻസ്പയറായിട്ട് തോന്നി. അച്ഛാ, നിങ്ങൾ ദ്രാവിഡിൻ്റെ ഫാനാണ്, ഞാൻ ധോനിയുടെ ഫാനാണ് അച്ഛാ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ജനറേഷൻ ഇതും ആ ഒരു മോട്ടിവേഷൻ സംഭവങ്ങളും ഒക്കെ നമുക്ക് ട്രെയിലറിൽ വളരെ മനോഹരമായിട്ട് തോന്നി. നല്ലൊരു ഫീൽ ഗുഡ് മൂവി ആയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജൂലൈ 4 ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ശ്രീഗണേശാണ് ഇതിൻ്റെ സംവിധായകൻ. ശ്രീഗണേശനെ കുറിച്ച് നോക്കുമ്പോൾ 2017 പുറത്തിറങ്ങിയ 8 തോട്ടാക്കൾ എന്ന സിനിമയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം. അതിനുശേഷം കുരുതിയാട്ടം, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ 3ാമത്തെ ചിത്രമാണ് ഈ ഒരു ചിത്രം എന്നത്. ഏതായാലും ഫാമിലി സിനിമകൾ, അല്ലെങ്കിൽ ടൂറിസ്റ്റ് ഫാമിലിയുടെ വിജയത്തോടു കൂടി ഒരുപാട് ഫാമിലി സിനിമകൾ തമിഴിൽ അണിയറയിൽ ഒരുങ്ങുന്നു എന്ന് തോന്നുന്നു. ഏതായാലും വളരെ നല്ലൊരു ഫീൽ ഗുഡ് മൂവിയുടെ ട്രെയിലർ കണ്ട സന്തോഷത്തിലാണ് എന്ന് പറയാം 3BHK. അതോടൊപ്പം സൂര്യവംശത്തിൻ്റെ ആ ഒരു ഇതൊക്കെ ആയിട്ടാണ് ഇവർ റീൽസും കാര്യങ്ങളും വീഡിയോസൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത്. റീൽസൊക്കെ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ട്രെയിലറിലേക്ക് പോയി കാണാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. അതായത് സൂര്യവംശത്തിൻ്റെ ആ ഒരു സംഭവം, സൂര്യവംശത്തിലെ നായകനും നായികയാണല്ലോ ശരത് കുമാറും ദേവയാനിയും, ആ ഒരു എവർഗ്രീൻ ചിത്രം, അതിൻ്റെ റെഫറൻസും ഈ സിനിമയിൽ യോഗി ബാബു പറയുന്നുണ്ട്. ഏതായാലും നല്ലൊരു ഫീൽ ഗുഡ് മൂവി ട്രെയിലറാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ജൂലൈ 4 ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.